എല്ലാരും ഒരു 5 years, 10 years, 15 years. എന്നെ സംബന്ധിച്ച് മാഡം 20 years ആൻഡ് അബവ് ആയിരിക്കണം ഞാൻ ഈ ഒരു പഠിത്തം തന്നെ നിർത്തിയിട്ട് ഇതിലോട്ട് ജോലിയിലോട്ടാണ് നിൽക്കുന്നത്. ഞാൻ IHRD ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മളെ റീജിയണൽ സെന്ററിൽ ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരുന്ന സ്ഥലത്ത് ടീച്ചറിന്റെ നമ്മുടെ ഹെഡ് പറഞ്ഞത് എല്ലാരും ക്ലാസ് എടുക്കണം, എന്തെങ്കിലുമൊക്കെ സബ്ജക്ട്സ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ ലോജിസ്റ്റിക്സിൽ പെട്ടെന്ന് ഒരു ഗൂഗിളില് ഒരു കോഴ്സ്, ഒരു 30 ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ലെവലിലോട്ട് വരും. അപ്പൊ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് എന്നും ഉണ്ടായിരുന്നു. ഞാൻ BEd എല്ലാം കംപ്ലീറ്റ് ചെയ്ത് MCOM കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ ജോലിയിൽ കയറിയതാണ്. അപ്പൊ എവിടെയോ ഞാൻ എന്നും ആഗ്രഹിച്ചത് ഒരു MBA എനിക്ക് വേണം. പക്ഷെ അത് എന്റെ ഓരോ ആവശ്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള്, എല്ലാവരുടെയും പ്രാരാബ്ദം പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞപ്പോ പിന്നെ എന്ത് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ലോജിസ്റ്റിക്സിന്റെ ടീച്ചർ പറഞ്ഞ പോലെ ക്ലാസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നോക്കാം MBA എന്നൊരു സാധനം പെട്ടെന്ന് ഫ്രണ്ടിൽ വന്നു. അപ്പൊ MBA എന്നാ അതൊന്ന് നോക്കി കളയാം, എനിക്ക് എന്തായാലും ഓഫ്ലൈൻ ആയിട്ടൊന്നും പോയി പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഓൺലൈൻ MBA നോക്കാം പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം സത്യം പറഞ്ഞ ബോംബെയിലൊക്കെ ഉള്ള ഏതൊക്കെയോ അമൃതയില് 1-2 എവിടെയാണ് ഞാൻ ഓൺലൈൻ MBA ചെയ്തത്. അപ്പം പെട്ടെന്ന് അത് സ്ക്രീൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക തന്നെ IGNOU MBA വന്നു. അപ്പൊ എന്നാ ശരി, എന്നാ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ക്ലിക്ക് കൊടുത്തതേ ഉള്ളൂ. സത്യം പറഞ്ഞ ലൈഫ് ചേഞ്ച് ആയി. തൊട്ടടുത്ത ദിവസം എനിക്ക് ഉഷ മാഡം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. ഉഷ മാഡം എനിക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ എല്ലാം പറഞ്ഞു തരികയാണ്. അപ്പം മാഡം ആണ് ആക്ച്വലി എനിക്ക് ലേൺവൈസ് എന്താണ്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല മാഡം, ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയാണ് എന്റെ മുമ്പോട്ടുള്ള എന്റെ വോയേജ് എങ്ങനെയാണെന്ന് ഞാൻ എന്നും ചോദിക്കും. മാഡം എന്റെ അടുത്ത് പറയും ലേൺവൈസ് നമുക്ക് വളരെ സപ്പോർട്ടീവ് ആണ്, ഒത്തിരി പിള്ളേർ അതിന്റെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഓക്കെ ശരി എന്നാ നമുക്ക് ആലോചിക്കാം എന്ന രീതി വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വിത്തിൻ എ വീക്ക് എനിക്ക് തോന്നുന്നു എന്റെ മെന്റർ വാണി മാഡം എന്നെ കണക്ട് ചെയ്യാണ്. മാഡം നേരിട്ട് എനിക്കൊന്ന് വീഡിയോ കോളിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ഓഫീസിലിരിക്കെ തന്നെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്ത് മാഡം സംസാരിക്കുന്നത്. പക്ഷെ മാഡം ഒരു വേറൊരു വൈബാണ്, പോസിറ്റീവ് തന്നെ. ഞാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മാഡം പറ്റൂ എന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ തന്നെ മോള് 10th ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, CBSE പരീക്ഷ നടക്കുകയാണ്. ഞാൻ ടീച്ചറിന്റെ അടുത്ത് മെന്ററിനെ വിളിച്ച് പറഞ്ഞു, മാം എനിക്ക് നടക്കുന്നില്ല. ടീച്ചർ മാഡം ഉടനെ പറയാണ് അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അത് അങ്ങനത്തെ എനിക്ക് ഓപ്ഷൻസ് തരുന്നതാണ് ഏറ്റവും വളരെ ഉപകാരപ്പെടുന്നത് ഈ ഒരു ലേൺവൈസില്. പിന്നെ അതുപോലെ അസൈൻമെന്റ്സ് എഴുതി തുടങ്ങിയത് കൊണ്ട് ഒരു 3 അസൈൻമെന്റ്സ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എനിക്ക് തീർക്കാൻ പറ്റി. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഓരോ സെഷൻസ് കഴിയുന്തോറും ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ കഴിയുമ്പം കൊള്ളാം, അപ്പം എന്റെ വീട്ടുകാർക്കൊന്നും അറിയില്ല ഈ ലേൺവൈസ് എന്താണ്. അപ്പൊ അവര് ചോദിച്ച് IGNOയോ ഇതെന്താ ലേൺവൈസ്, ഇങ്ങനെ ഓരോ ഡൗട്ട്സ് ആണ് അവൻ എന്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ലേൺവൈസിന് ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യണം. അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഓരോ സെഷൻസ് കഴിയുമ്പോൾ സത്യം പറഞ്ഞ രണ്ടാമത്തെ IGNOന്റെ രജിസ്ട്രേഷൻ സാർ അത് പറയുമ്പോ സത്യം പറഞ്ഞ എന്റെ ദൈവം ഇത് എത്രയും ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചു പോയി. അത് കഴിഞ്ഞ് അടുത്തടുത്ത സെഷൻസ് വന്നപ്പോഴത്തേക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് വന്നത് ആ ഫാമിലി സെഷൻ. അതൊരു നല്ലത് തന്നെയായിരുന്നു. സത്യം പറഞ്ഞ വീട്ടുകാരെ എല്ലാം വിളിച്ചു കാണിച്ചു, നോക്കൂ ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ആക്ച്വലി അത് കഴിഞ്ഞപ്പോ എല്ലാവരുടെ ആ എക്സ്പെക്ടേഷൻ ലെവല് വേറെയാണ്. അതായത് എല്ലാ വീട്ടുകാർക്കും നമ്മളിലുള്ള പ്രതീക്ഷ എന്താണെന്ന് ആക്ച്വലി ആ ഒരു സെഷൻ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ വിചാരിക്കും പഠിക്കാം, അങ്ങനെ ചെയ്യാം. അപ്പൊ ജോലിയുടെ ഇടയിൽ എനിക്കും ഒരു ഹെക്ടിക് ഷെഡ്യൂളാണ്. എന്റെ കുറെ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ലേൺവൈസ് എന്നൊരു ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഏറ്റവും സപ്പോർട്ട് വരിക. ഉഷ മാഡവും വാണി മാഡവും ഞാനിപ്പോ ചിലപ്പോ ഹാങ് ആവും, എനിക്ക് കിട്ടത്തില്ല. ഞാൻ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഉഷ മാഡത്തിന്, ഉഷ മാഡം നേരെ വാണി മാഡത്തിന് കണക്ട് ചെയ്യും. ഇവർ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യാണ്. എനിക്കതുകൊണ്ട് ഒരു പ്രോബ്ലം എന്നൊരു കാര്യം ഇതുവരെയും വന്നില്ല. ഓരോ ഘട്ടത്തിലും വാണി മാഡം എന്നെ എല്ലാ ആഴ്ചയും വിളിക്കും, എന്റെ ഫീഡ്ബാക്ക് ചോദിക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫാമിലി പോലെയാണ് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പറയാ, ഒരു ടെൻഷന്റെ കാര്യം ഇപ്പൊ ആസച്ച് ഇല്ല. ഇനി അങ്ങോട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ക്ലാസ്സുകളെല്ലാം കയറി കാണുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ടും എല്ലാവർക്കും ഈ ഒരു വോയേജിൽ ഓൾ ദ ബെസ്റ്റ്. അതുപോലെ എല്ലാവർക്കും പഠിച്ചു തീർക്കാൻ പറ്റട്ടെ.
എല്ലാ സക്സസും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മാഡം.